മറ്റൊരു ഇതിഹാസ പുരുഷനാണ് പെരിയാട്ട് കണ്ടം. നാട് വഴി വരുന്നു, വഴി മാറുക, വഴി മാറുക. കണ്ടരെ കണ്ടതിൽ സന്തോഷം. കണ്ടരെ ആയുധന മികവ് വളരെ എനിക്ക് വളരെ ഇഷ്ടമാണ്. നന്ദി പ്രഭു. ആഗമനോദ്ദേശം? എന്റെ അധീനതയിലുള്ള ഈ പറമ്പ് നോക്കി നടത്തുവാൻ എനിക്കൊരാളെ ആവശ്യമുണ്ട്. അതിന് ആയോധന മികവും പാണ്ഡിത്യവും അത്യാവശ്യമാണ്. കണ്ടരുടെ ആയോധന മികവ് എനിക്ക് വളരെ ബോധിച്ചു. കണ്ടർ തയ്യാറാണ്. എന്നാൽ ഞാൻ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, തയ്യാറാണോ? തയ്യാറാണ്. ആദ്യത്തെ ചോദ്യം, പഞ്ചഭൂതങ്ങളിൽ ശ്രേഷ്ഠം ഏത്? അഗ്നി, ജലം. അതല്ല ഞാൻ ചോദിച്ചത്, അതിൽ ശ്രേഷ്ഠം ഏത്? അഗ്നി. എന്തുകൊണ്ട്? വായു, ജലം എന്നിവ മറ്റുള്ളവയെ ശുദ്ധമാക്കുന്നത് മൂലം സ്വയം അശുദ്ധമാകുന്നു. എന്നാൽ അഗ്നി അങ്ങനെയല്ല. നന്ദി. രണ്ടാമത്തെ ചോദ്യം, സൂര്യൻ കിഴക്കുദിക്കും? അല്ല, സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത് അതാണ് കിഴക്ക്. ബേഷ്, നിന്നെ നമുക്ക് ബോധിച്ചിരിക്കുന്നു. ഈ നാടുവഴിയുടെ അംഗരക്ഷകനായി നിന്നെ നമ്മൾ നിയമിക്കുന്നു. എനിക്ക് മടുത്തു. അതെ, വളരെ കഠിനമായ ജോലി. കണ്ടതമ്പുരാൻ വന്നതിന് ശേഷം കഠിനമായ ജോലിയാ. ഈ കുന്നും മലയും കിളച്ച് വിളവുണ്ടാക്കുന്ന നമ്മളാണ്. എന്നിട്ട് നമുക്ക് കിട്ടുന്നതോ ഇത്തിരി പുല്ലും ഇത്തിരി നെല്ലും, വിശ്രമം പോലുമില്ല. കണ്ടന്തപുരാൻ വന്നതിന് ശേഷം പത്തായം വളർന്നു. എന്നാൽ രാജാവിനാണെങ്കിൽ കണ്ടന്തപുരാന് മാത്രം മതി. അതാ കണ്ടതമ്പുരാൻ വരുന്നു. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? പണി ചെയ്യൂ പോയി. കണ്ടന്തപുരാന്റെ ബുദ്ധിക്കും കഴിയും കാരണം ഈ താളിയോലങ്ങളാണ്. അത് നമുക്ക് കിട്ടിയാൽ നമ്മളും കണ്ടരാകും. തീർച്ചയായും. എന്താണിത്? വരയും കുത്തും മാത്രം, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ, കണ്ടരറിഞ്ഞാൽ ഉടനെ എന്തെങ്കിലും ചെയ്യണം. ആ കളരി പരമ്പര ദൈവങ്ങളി. പെരിയാട്ട് കണ്ടം നിരക്ഷതയുടെ പേരിൽ മരിച്ചിട്ടില്ല. ധീരനായ പെരിയാട്ട് കണ്ടം ഇന്നും ജീവിക്കുന്നു. വീരൻ തെയ്യത്തിലൂടെ. പാട് 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 പാടല്ലോ ഒന്നുകൂടി. പണിയേടുപ്പാൻ പണിപ്പണ്ടാട്ടി പെറ്റില്ലെന്ന തുരമേടുക്കാൻ തുരക്കാരൻ്റെ മകനുമല്ല ഞാൻ. പണിയെടുത്തിട്ട് എനിക്കോ നിങ്ങളുടെ ചോറും വേണ്ട. നിലയേതൊരു മെതലേ പള്ളി പുലർന്നീനേടോ. മെതലേ പള്ളി പുലയത്താള ഞാൻ കണ്ടതില്ല. കളിമാകേതും പറയല്ല നീ കുട്ടി രമരത്തിയേ. നിരവധി ആഗ്രഹങ്ങളും അനുഭവിക്കുന്നു. ഇതാ വർത്തമാന കാലഘട്ടത്തിൽ നിന്നും എടുത്ത ഒരേട്.
എന്റെ ആ ചെറിയ മോൻ നന്നായിട്ട് അഭിനയിച്ചു. ആദ്യമായിട്ടാണ് കഴുത്തിലൊക്കെ ചിരിക്കുന്നത്. നിലത്ത് That hand. Like this. And the pop. Illa. Here. That's okay. This is the Krishna, right? No. Cross it. ഒന്നും മിണ്ടണ്ട, ഇങ്ങനെ തന്നാ മതി. ഇയാൾ എന്ത് പറഞ്ഞാലും കേൾക്കും. കാരണം ഇയാളാണ് കൃഷ്ണക്കണ്ട. ഇപ്പൊ കൃഷ്ണനെ കുറെ പ്രദക്ഷിണം വലയെല്ലാം വെച്ചിട്ട് നമ്മളിങ്ങനെ തോതൊക്കെ ഇങ്ങനെ നടക്കും. Because Krishna is my God, right? Then the Christianity comes. What Christianity does is then what I do is absolutely flexible. Oh yeah. This is Bharat Mata Ki Jai. കഴിഞ്ഞു. Best actor. So participation prize. Yeah, that's it. അതറിയത്തില്ല എല്ലാവരും. The real action you will see now. Start. Hello, good word. You are conducting the class. This is the class. I am conducting the class. Sit beta. You are Shashi Kumar for the next 10 minutes. Chachu. Let her. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോ. Who is the father of Indian space? Who is the father of Indian space? എടാ മോനെ അത് എന്താ പറയാ? Father of Indian space. Chachu, one thing was so wrong. That's wrong. I have a question. Who is the father of sociology? No. I'm an idiot. Darshan, did you know? No, I don't know. Sorry. Okay. What's the question? Who is the father of sociology? അറിയാമായിരുന്നു. The question answer. അത് sociology.
ബൽറാം ഘോഷാണോ എന്നൊരു ഡൗട്ട്. വിനയ് പ്ലീസ്, who is the father of sociology? And Krishnaman, please, who is the father of sociology? What is this? What a class is this? ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എന്നിട്ട് എന്ത് നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്നും അറിയില്ല? ഇത് കണ്ടോ? ഇത് കണ്ടോ? എന്തത് എന്തിനു ഉപയോഗിക്കണേ? അതിനല്ല, അടിക്കാൻ. മിസ്റ്റർ ശശികുമാർ, who is the father of sociology? Paul Aristotle. Belram. Belram. He was afraid he left. Okay. Thank you so much. അടുത്ത് നിൽക്കും കുറച്ച് സ്പ്രെഡ് ചെയ്ത് ആ ബാക്കിലുള്ള ആളെ കാണും. അവിടെ ഇരുന്നോളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കും. അവിടെ സ്ഥലം ഉണ്ടല്ലോ, പറഞ്ഞോ. ആ കുപ്പിയും എടുത്ത് നോക്കുമ്പോൾ ആ കുപ്പിയും പാസ് ചെയ്യും. മ്യൂട്ട് ഹർ. ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. രണ്ടാം നാളുല്ലാസയാത്ര പോയപ്പോൾ രണ്ടു ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. മൂന്നാം നാളുല്ലാസയാത്ര പോയപ്പോൾ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. നാലാം നാളുല്ലാസയാത്ര പോയപ്പോൾ നാല് നാരങ്ങ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. അഞ്ചാം നാളുല്ലാസയാത്ര പോയപ്പോൾ അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. ആറാം നാളുല്ലാസയാത്ര പോയപ്പോൾ ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. ഏഴാം നാളുല്ലാസയാത്ര പോയപ്പോൾ ഏഴ് ഏത്തയ്ക്ക ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി
ഒമ്പതാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ 9 അമ്പഴങ്ങ 8 കുർത്തിക്ക 7 ഏത്തയ്ക്ക 6 താറാവ് 5 മഞ്ചാടി 4 നാരങ്ങ 3 മുക്കുറ്റി 2 ചെണ്ടുമല്ലി 1 കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. 10ാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ 10 മത്തങ്ങ 9 അമ്പഴങ്ങ 8 കുർത്തിക്ക 7 ഏത്തയ്ക്ക 6 താറാവ് 5 മഞ്ചാടി 4 നാരങ്ങ 3 മുക്കുറ്റി 2 ചെണ്ടുമല്ലി 1 കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. 1 കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി അരക്കലക്ക് ചുട്ടപ്പം മകവരും മിടിയപ്പം കലാത്തപ്പം. There are lot of names like that. I know the latest song, sir. This is the old song. അമ്മായി ചുട്ടത് മൈമോനിക്കാർ അമ്മായി കൊച്ചമ്മായി മൈമോനെ കുഞ്ഞമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മൈമോനെ കുഞ്ഞമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മൈമോനിക്കാർ ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മൈമോനിക്കാർ. ഒട്ടകത്തിന്റെ തീപ്പെട്ടി അതിന് മേലെ സിസർ വെച്ച് അതിന് മേലെ തീപ്പെട്ടി വെച്ച് നീ ബലിക്ക് എന്നും പറഞ്ഞും കൊണ്ട് മരുമകനെ ബലിപ്പിക്കുന്ന പൊന്നമ്മായി എന്റെ പൊന്നാരമ്മായി. No, that's a Muslim song. പൂമോളെ നിനക്കീത വരുന്നുമാരൻ മുഹബത്തിൻ നിശലുമായി മധുവർണ്ണ മധുരക്കാരി ലിംഗിയോളെ മോഹന വേണുഗാനമുന കണ്ണ മനസനെ ഈ ആനന്ദ മോഹന വേണുഗാനമുന ആലാപനെ കണ്ണ മനസമലെ ഈ നവരസ മോഹന വേണുഗാനമുന చిత్తరువైనాను నిలబడి వింటూనే చిత్తరువైనాను కాలమాగి మరి వారి రాదురా యమున యమున మురళీధర యవ్వనమలై పొంగేరా కన్నా యమునా తటిలో నల్లనయ్యకై ఎదురు చూసినే రాధా రాసలీలల రాముడని
వేచి చూసెను కాదా. आएंगे तो खुद से ही हो जाएंगे जुड़ा, कोई लम्हा मेरा यहाँ तेरे बिना हर सांस मेरा मुस्कुरा, क्योंकि तुम ही हो जिंदगी, मेरा दर्द भी मेरी आशिकी, तुम ही हो, तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो, चैन भी मेरा दर्द भी मेरी आशिकी, तुम ही हो तेरा ప్రియతమా నీవచట కుశలమే నిచట కుశలమే ఊహలన్నీ తొలి కవితలే మాట మాటలో ఓ ఓ ప్రియతమా నీవచట నిచట కుశలమే ഉന്നോട് കാതലഞ്ഞാനിതു ദൈവമേ. ഉന്നിട്ട് സൗഖ്യമായാലിംഗ സൗഖ്യമേ കവിത മുട്ടുത് അത് എഴുതഞ്ഞക്ക് വാർത്ത കൊട്ടത് ഓഹോ കൺമണി ഉന്നോട് കാതലൻ പുണ്യമേ സ്നേഹമേ ദിവ്യകാരുണ്യമേ സ്നേഹമേ ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു. ശംഖും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം മരണമാണെന്ന് കാണുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ. വേണു വേണു വേണുനാദം കേൾക്കട്ടെ കണ്ണ, ഓടി 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 നീ ഓടി വാ കണ്ണ, വേണു വേണു വേണുനാദം കേൾക്കട്ടെ കണ്ണ, മഞ്ഞ പട്ടൊടുത്ത നിന്റെ കുഞ്ഞുമേനിയും ഉണ്ണിക്കാൽ കൊണ്ടുള്ള നടത്തം കാണട്ടെ കണ്ണ, ഓടി 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 നിങ്ങോടി വാ കണ്ണ, വേണു വേണു വേണുനാദം കേൾക്കട്ടെ കണ്ണ, ഓടി 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 വാ കണ്ണ.
കുഞ്ഞുമേനിയും ഉണ്ണിക്കാൽ കൊണ്ടുള്ള നടത്തം കാണട്ടെ കണ്ണ. കിങ്ങിണിയും പൊന്നരഞ്ഞാണം മാനത്ത് വൈഡൂര്യം പോൽ മിന്നുന്നു. Repeat. Telugu is also my translation. Come on. పెదవే పలికిన మాటల్లోనే తీయని మాటే అమ్మా, కదిలే దేవత అమ్మా, కంటికి వెలుగమ్మా. పెదవే పలికిన మాటల్లోనే తీయని మాటే అమ్మా, కదిలే దేవత అమ్మా, కంటికి వెలుగమ్మా. తనలో మమతే కలిపి పెడుతుంది ముద్దర, తన లాలి పాటలోని సరిగమ పంచుతుంది ప్రేమ మధురిమ. పెదవే పలికిన మాటల్లోనే తీయని మాటే అమ్మా, కదిలే దేవత అమ్మా, కంటికి వెలుగమ్మా. Yeah. They are having dinner or they don't want to come? Who wants to come? How was your experience? Start? No. Before I reached here, I didn't take any newspapers, but now I like to read newspapers and like to acquire knowledge. See, he's my role model. He's exactly a genius, and I don't know what to say. Okay. Why is he your role model? Now tell me why is. I need a very precise answer. Yeah. I'll say. Okay. Fine. We are listening. Why I mean, he loves me so much, and I love him so much. That's why he becomes a role model for He you. treats me like a daughter. So So I will look. okay. Even in your school, there might be teachers who might have taught you, like who might have treated you like that, right? They behave me like a rude. They are very rude. But Krishnamani sir is not like that. Not like that. Krishnamani sir is not like that. And my headmaster Renu sir is not like that. Those are not like that. Okay. So your mother loves you, right? She is the first teacher. So she is your role model, right? Yeah, she is also my role model. Why? But every time she is not my role model. Why not? So what is the difference? He doesn't scold, and I'm. Oh, that's here. Mama, come, Mama. You should actually take his buildings and schooling. So how was your experience here? Like, how was your experience over here? It's nice, and I like this place so much. It's very. I don't know what to say. It's full of greenery, and Thrissur is not like that. No, how was the Nice learning part? learning part? Experience with Chachu? What change did you observe? Yeah, like before you came here, you were different. Now, are you able to see a difference in you? Yes. What difference? What difference did these sessions made? Before I reached here, and I don't know how to speak English. Okay. So now we are giving us answers in English. She's shooting answers in English. Yeah, she's shooting, even shooting questions in English.
But now, fully I don't know how to say English. Okay. But Say. What to say? I don't know. It's a good class, that's all. Okay. Next. Respected Dr. T. B. Shishimar sir, Krishnamar sir, Roxy Chichi, brothers and sisters. I don't know how to extend my thanks to Shishimar sir and Krishnamar sir. This is my second experience with Shishimar sir. One day he came to our school by Krishnamar sir, and I experienced the magical effect of teaching of Shishimar sir. On that day, Krishnamar sir told me when Shishimar sir speak to us, it is like embracing us, and I can experience that embracing when I came here and stay with you. I am very glad to stay with a genius like you for 3 or 4 days. I extend my thanks to Krishnamar sir for giving a golden opportunity to stay with him, and also giving a beautiful class, even minute things to be kept in life. I learned so far from him, and I have to keep it in my life, in my long life. Also, I can speak English to many brothers and sisters coming from Hyderabad and so on. So I can extend my English language speaking. I can read newspaper very well. So I can present my opinions clearly and wisely to anyone. A beautiful class. Thank you, Shishimar sir. Thank you, Krishnamar sir. Thank you. Next. Please tell your name. Next. Akshay has a sister. Please say your name. Your name, please. And my friends. Your name, please. My name is Akshay Babu, and I come from Andhra. And when I tell about this class, it is an extraordinary class, and I like it very much. We have lots of different experience here. We have a lot of things we are only here, and I would like to say thanks to all, especially Sri Shishimar sir and Krishna sir for giving such a good class to all of us. Thank you. I am Ismail, coming from Alandigra. This class is very nice. I got so many new things from this class. Thanks for arranging this class. Thank you all. I'm Vishnu, and I'm from Indira, Tamil district. This is a nice camp which I have. I'm Krishnendu. ഈ ക്യാമ്പിൽ വന്നിട്ട് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പത്രം വായിക്കണം എന്നുള്ള
അതിൻ്റെ ഗുണവും എല്ലാം ബോധ്യമായി. കുറേ വാക്കുകൾ പഠിക്കാൻ പറ്റി. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ധൈര്യവും കോൺഫിഡൻസും ഉണ്ടാവണം. ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് നല്ല ധൈര്യമൊക്കെ കിട്ടി. അത് ഞാൻ ശശികുമാർ സാറിനോട് താങ്ക് യു പറയും. ഈ ക്ലാസ് എനിക്ക് വളരെയധികം ഫലപ്രദമായിട്ടാണ് തോന്നിയത്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായത് അത് എൻ്റെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്നാലും എനിക്കിതൊരു നല്ല ക്ലാസ്സായിട്ടാണ് തോന്നിയത്. ഈ ക്ലാസ് കൂട്ടുകാരോട് ഇന്നത്തെ ദിവസം എനിക്ക് നല്ല ധൈര്യമൊക്കെ കിട്ടി. പാട്ട് പാടാനും എല്ലാത്തിനും ഒരു ധൈര്യമൊക്കെ കിട്ടി. എല്ലാത്തിനും ഞാൻ സാറിൻ്റെ അടുത്ത് നന്ദി പറയാണ്. എൻ്റെ പേര് അക്ഷയാണ്. ഞാൻ നന്ദിക്കരയിൽ നിന്നാണ് വരുന്നത്. ഈ ക്യാമ്പ് വളരെ നല്ലൊരു ക്യാമ്പായിരുന്നു. ഞങ്ങളുടെ ഭാഗത്തും തെറ്റുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. സാറിൽ നിന്നും കുറേ കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചെടുത്തു. I'm George. I'm coming from Edappalli, Ernakulam. Well, this class, I can say, was a wonderful experience. I learned many things from Dr. Shashimar sir. Learned about how to read newspaper and many other things. He taught us about mathematics and about life. And his grandfather taught his father to read newspaper. His grandfather insisted his father to read newspaper every day. And when he went for some class, which class was that? Your father attended some class. And one master came one day and then asked a question about some editorial. His father could answer very well. And he surprised the whole school and college. Because nobody generally reads. Right? But I don't know why your father did not teach you how to read newspaper. Read. Do you read it critically, making your views, analyzing it? Now you should also make notes and then start. Making notes, keeping it, that's important. What is the difference you feel, George, after coming? I learned new things. That's it. This is the first experience you are staying outside your house, right? Yeah. How many of you generally stay in somebody's house? No. Any one of you? Is it first experience staying away from your house? No. But for him it's first, right? Lift your hands up. How many? Yeah, only she is also first time also. Okay. Especially Shashimar sir, Krishna sir, and my dear friends. I don't know how to express my happiness. I studied a lot of things from here, which I did not study ever in my life. So the class was very beautiful. Actually, it was not just a class. Sir taught us how to live, and I think I will have a lot of changes after this class. And I love this class very much. I thank Shashimar sir and Krishna sir for attending such a class in here. That's all. Thank you. എൻ്റെ പേര് സെബിൻ, രാജഗുരുവെന്നിരുന്നു. ഇതെനിക്കൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. നല്ല ഉപകാരമുള്ള ക്ലാസ് ആയിരുന്നു. എൻ്റെ പേര് ബിനു എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. ഞാൻ സാറിനെ പറ്റി വായിച്ചിട്ടുണ്ടെങ്കിലും സുഹൃത്ത് വഴിയാണ് ഇവിടുത്തെ ക്ലാസ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ക്യാമ്പ്. ഇതെൻ്റെ ഞാൻ വീട്ടിൽ മാറി നിന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാറുള്ളത്. സ്കൂൾ ലൈഫിലൊന്നും പോയിട്ടില്ല. ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോഴത്തേക്കെല്ലാം കൊച്ചു കുട്ടികളാണ്. എൻ്റെ പ്രായമില്ല.
അപ്പം അവരുമായിട്ടുള്ളൊരു ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. സാറിന് ഞാനിവിടെ ശരിക്കും വന്നത് സാറിനെ കുറച്ച് ആത്മീയത പഠിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് നടന്നില്ല. എന്നാൽ ഇവരെ ഇരിക്കുമ്പോൾ എനിക്കത് ചോദിക്കാൻ പറ്റത്തില്ല. കുറച്ച് ഇൻട്രസ്റ്റ് ആയിരുന്നുകൊണ്ട് സാറും ഇൻട്രസ്റ്റ് ആണെന്ന് എനിക്ക് വായിച്ച് പറയാൻ സാധിച്ചു. അത് ചോദിക്കാനാണ് വന്നത്. നടന്നില്ല ബാക്കി. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് ബാഡ് ക്വാളിറ്റീസ് തിരിച്ചറിയാൻ സാധിച്ചു. കാരണം വെറുതെ ഇരിക്കുമ്പോൾ നോയ്സ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതെല്ലാം കഴിവത് മാറ്റിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പോഴും ഇവർ പറയുമ്പോൾ ഞാൻ ക്യാപ്പ് വെച്ച് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വീട് മാറുന്ന ഇരുമ്പ് മാറി നിന്നിട്ടുണ്ട്. ഇത് പക്ഷേ എനിക്ക് ലൈഫിൽ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. Balram B. He is an extraordinary man, and I consider him as one of my best teachers. And I got many friends and sisters here. That's all. Thank you. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ അന്തേക്കിൽ നിന്ന് വരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് അധികം മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം മാറി നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് ക്ലാസ്സിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. അതുപോലെ ഞങ്ങൾ കാരണം സാറിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ക്ഷമ ചോദിക്കുക അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. റോസ്ലി ഇവിടെ വന്നിട്ട് നല്ലൊരു അനുഭവമാണ്. കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും ദൂരം മാറി നിൽക്കുന്നത് വീട്ടിൽ നിന്ന് പിള്ളേരെയും കൂട്ടി. പിന്നെ എന്താണെന്ന് അറിയാമെന്ന് തോന്നി സാറ് വിളിച്ചപ്പോൾ. അതിന് സാറൊരു അവസരം തന്നെ എനിക്ക് സന്തോഷമായിട്ട് തോന്നി. കാരണം ഇവിടെ അറിഞ്ഞിരുന്നില്ല സ്കൂളിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് ഉണ്ടെന്നുള്ളത്. സ്കൂളിൽ എന്താവശ്യത്തിന് ചെന്നപ്പോഴാണ് സാറ് തന്നെ പറഞ്ഞത് ഇങ്ങനെ ക്യാമ്പ് റിസൾട്ട്. അങ്ങനെ വന്നപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ അതിന് മുമ്പ് സാറ് സ്കൂളിലെടുത്ത ക്ലാസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. സ്കൂളിൽ ഇങ്ങനെ വഴി ഉണ്ടെങ്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു. അന്നേരം ഞാൻ സമ്മതിച്ചില്ല. പിന്നെ സാറ് ഇങ്ങനെ ഉള്ളോട് പറഞ്ഞു വിട്ടപ്പോൾ എനിക്ക് തോന്നി എന്താണ് ഏതാണെന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ച് സാറ് പറഞ്ഞപ്പോൾ ഓൾറെഡി ഞാൻ ഞങ്ങളുടെ അടുത്ത് പറയുമായിരുന്നു ഞാൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. സാറിന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സമ്മതിക്കുകയായിരുന്നു. എനിക്കിവിടെ വന്നിട്ട് ഒരുപാട് ഇഷ്ടമായി. സത്യത്തിൽ ഇവിടെ നിന്ന് തിരിച്ച് പോകണമെന്നില്ല. കാരണം അത്രയ്ക്ക് ഇഷ്ടമായി. കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പഠിക്കാൻ പറ്റി. അറിയാത്ത കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരു ജീവിതത്തിൽ മക്കൾക്കായാലും മറ്റുള്ളവർക്കായാലും പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണ്, അവന് എന്താണ് ഞാൻ പഠിക്കേണ്ടതെന്ന് ഞാൻ ഒരുപാട് പഠിച്ചു ഇവിടെ വന്നിട്ടാണ്. എങ്ങനെ പെരുമാറേണ്ടെന്ന് തന്നെ. പിന്നെ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അറിഞ്ഞറിയാതെയോ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. Sir, I have to learn students with me, and being a teacher, I believe my liability or my love towards them does not end with their SSLC life. They already passed out from my school, but still many of them has demanded me when such a class is being conducted by Shashikumar sir somewhere, let us know that. And so I called, there's a class, if you want you can come with me. And these people came with me. I just want to make them a change within them, and I want to make an open a door in front of them. It's just opened. The course started on Monday night, but I don't think it doesn't stop here. It has to go on. Okay, and I too needed a change personally, and so I was here. I was enjoying, but I missed 2 nights and 1 day here. Bad luck, how to say. Still, I don't want to, as she said, I don't want to go away from here. I don't want to go. Today, he told me there's a train this time, so I was so silent. Until he pushed me out, I'll be here. I told you that and stood there. If he throws me out, okay, I'll go. Otherwise, I'll stay here. And, I know he won't do that because he's so, I know that. And within these days, I think all of them have enjoyed. They have learned something, many things. I already told it's not based on a syllabus. It's not a course actually. We are going to live in a situation with different people. But I expected some more students from different parts of Kerala. I expected. Anyway, it's good. Actually, Dinu Chetan and I'm not Chetan actually. Dinu and Balram. They gave good company. Yeah,
Even if I left here, I was talking with Balram and asking what's going on here. Then he told these things they are enjoying and so. So I was so contented. I was so happy there. Anyway, as I told, the course is not end here. The relation is not end here. It has to go on. And as this Anusha and Kanya has come here. Sukanya, Kanya, some. Yeah. Kanya soup. We'll again, whenever you wish, with his permission, you can come over here. Anyway, I don't have words or, I think no need to give formally the thanks to Shashikumar sir. He is so. Okay. Anyway, I want to tell my dear children that you have aspirations, you have ambitions. Everyone asked, what's your ambition? You asked ambition. And Sukanya told to serve the nation. So it has to be there with you, right? And you have to fight. You should be a fighter. Yesterday when I called here, some of you told me we can't stay, many problems, so and so and so and so and so and so. So I told, what is this? If we decide to run, we have to run. Run. So we can't do that. We should fight and stay back. Whatever be there. Okay. And I may have expectations. Right? It may or may not be fulfilled. Right? But we are learning something. We are learning. Each and every moment we are learning. Whether it is good, we know there's no good or bad experiences. We are experiencing that. Okay. And intentionally I left you here alone. When my home means I left you here, means I put you in such a situation too. Yeah, I wanted to see what's happening. And I have seen even. Right. So, still, Ghanashyam, Akshay, Krishnendu yesterday told me I can't, what is this? And today morning she has changed. She just started to cry, but okay, she has changed within seconds. Right? Some students may have that. And of course Vishnu has too. Right? You have aspirations, you have ambitions, and it has to be fulfilled, and this is the best platform for it. Best companies for it. Okay, I don't know, did you go to them and ask who are you, what are you, and how do you know? I don't know whether you have talked with them, you might have. Because I know you're not good in English, even if I'm not. you cannot speak with them, you're afraid actually, I think so. Right? Even we can go to them. Right? We should keep in touch. So, right? So, for a formality, I extend my sincere gratitude to you, sir, for giving me an opportunity to take my children here, and giving them, even I told, you are the one and only one to light them. Light or show light, whatever. In light. So thank you so much.